بسم الله الرحمن الرحيم ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. الفاتحة زيادة في شرف المصطفى صلى الله عليه وسلم صاحب الفرح ولسائر أهل السلسلة. الفاتحة. اللهم صل على سيدنا محمد. ക്യാപിറ്റൽ ബുക്സ് മാനേജിംഗ് ഡയറക്ടർ ഇ ഇബ്രാഹിമുൽ ഖലീൽ സദസ്സിന് അനുഗ്രഹീത സ്വാഗത ഭാഷണം നടത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. Respected Chief Guest Sayyid Munawwar Ali Shihab Dangal, beloved Ustad Kakkad Muhammad Faisi, other dignitaries on the stage, and my dear brothers, it is my privilege and joy to welcome you all to this blessed occasion. We are all gathered here for the release of Sayyiduna Rasulullah, Volume 3, Darshana Kandam, a book on Prophet Muhammad Sallallahu Alaihi Wasallam, the greatest phenomenon the world has ever witnessed. We are deeply honored to have with us our chief guest, Sayyid Munawwar Ali Shihab Dangal. His leadership and his unwavering commitment to unity inspires us all. Sir, you had a unique grace to this event. All of you are familiar with Kakkad Ustad as an orator, his clarity of thoughts, his simple language. സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പുസ്തകം പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തിൽ മലയാളി സമാജത്തിന് സമ്മാനമായി ലഭിക്കുന്ന അസുലഭ നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മലയാളി സമാജത്തിൽ പുണ്യനബി സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രമേൽ പഠിച്ചും പ്രസംഗിച്ചും പ്രഭാഷണം നടത്തിയും ആളുകളിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം ഹൃദയാന്തരങ്ങളിലേക്ക് കൊളുത്തിവെച്ച ഒരു പ്രഭാഷകൻ, ഒരു പ്രാസംഗികൻ, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയത്തെ കൈമാറിയ ഒരാൾ മലയാളി സമാജത്തിൽ ഉണ്ടോ എന്നത് സംശയമാണ്. ഒരു ദിവസം മാലദ്വീപിലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, ജൂലൈ 22 നല്ല ശക്തമായ മഴയാണ്. ഷീറ്റിൽ മഴയുടെ ചറപറ ശബ്ദം വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി ഞാനൊരു 3 മണിക്ക് എഴുന്നേറ്റു. ആ സമയത്ത് സ്ഥിരം പതിവ് പോലെ ഉസ്താദിൻ്റെ മെസ്സേജ് രാത്രി പലപ്പോഴും എഡിറ്റിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടാകും. മൊബൈലെടുത്ത് നോക്കി 3 മണിക്ക് വല്ല മെസ്സേജും വന്നിട്ടുണ്ടോ? അതേ, വന്നിട്ടുണ്ട്. ഏകദേശം 2.5 മണിക്ക് ഉസ്താദിൻ്റെ സന്ദേശം, മോനെ സദഖത്തുള്ള ഉറങ്ങിയിട്ടുണ്ടോ? ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ലേഖനം വായിച്ച് അതിന്മേൽ അങ്ങനെ ഇരുന്നു. നിങ്ങൾ ഇത് എങ്ങനെ എഡിറ്റിംഗ് വർക്കുമായി നിർദ്ദേശവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സംസാരം? 3 മണിക്ക് എഴുന്നേറ്റ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദേ നേരം കുറേ ആയി, ഇനിയും ഉറങ്ങിയിട്ടില്ലേ? ആ സമയത്ത് ഉസ്താദിൻ്റെ മറുപടി, മോനെ പ്രിയതമയുടെ മാല കണ്ടപ്പോൾ വിതുമ്പിക്കരഞ്ഞ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയുടെ മഹറിൻ്റെ മാല കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ചരിത്രമുണ്ട് ആ പുസ്തകത്തിൽ. അത് വായിച്ച് ഒന്ന് പൂർത്തിയായിട്ട് വേണം എനിക്കൊന്ന് ഉറങ്ങാൻ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് വല്ലാത്തൊരു കഥയാണ്. സത്യത്തിൽ ഈ കഥ മാത്രം മതി ഈ പുസ്തകം ധന്യമാക്കാൻ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ആ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ നേരം ഇത്രയായി. ഞാൻ പ്രത്യേകം പറഞ്ഞു, ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം ഈ സമയത്തും ഉസ്താദിൻ്റെ നേരം 3 മണിക്കും പുസ്തക രചനയിലാണ്. ഇതൊരു അനുഭവമല്ല. ഒരുപാട് ദിവസങ്ങളിൽ കൂടെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. രാവിലും
രാത്രിയിലും ലഹരിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നടന്ന ഒരു വ്യക്തിയിൽ നിന്നും വരുന്ന വാക്കുകൾ നമുക്ക് ഹൃദയം കൊണ്ട് സ്വീകരിക്കാം, നമുക്ക് അഭിമാനിക്കാം. ഇത് കേവലം മലയാളത്തിന് മാത്രം വിലപ്പെട്ടതല്ല, ഇത് ലോകം മുഴുവൻ വായിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ സമ്മതത്തോടു കൂടി തന്നെ അഭിമാനത്തോടെ പറയുന്നു, ഈ പുസ്തകത്തിന്റെ അറബി വിവർത്തനം ഏകദേശം പകുതിയും പേജുകൾ പിന്നിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ബഹുമാനപ്പെട്ട ഫൈസൽ CK മഹാനവ് അവരുടെ നേതൃത്വത്തിൽ ഇതാ പുനരാരംഭിക്കുന്നു. മാത്രമല്ല ഈ പുസ്തകത്തിൻ്റെ തുടർച്ചകൾ ഉണ്ടാവണം. 4-ാം വാള്യം ഉസ്താദിത തുടങ്ങാൻ നിൽക്കുന്നു. അൽഹംദുലില്ലാഹ്, ഇത് നമുക്ക് 1500-ാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിലെ സമ്മാനമെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഈ ജന്മദിനത്തിൽ നിങ്ങൾക്കൊരു സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ധൈര്യപൂർവം സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പുസ്തകം നിങ്ങൾക്ക് സമ്മാനിക്കാം. ചില സമയങ്ങളിൽ ഞാൻ ജോലി ചെയ്യുന്നത് മാലിദ്വീപിലാണ്. ഉസ്താദ് രചനകൾ നടത്തി ചെറിയ എഡിറ്റിങ്ങിന് വേണ്ടി അയച്ചു തന്ന സമയത്ത് അത്രമാത്രം ഉസ്താദിൻ്റെ വാക്കുകൾ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എഡിറ്ററൊന്നുമല്ല ഞാൻ. പക്ഷേ ഉസ്താദിൻ്റെ രചനകൾ പലപ്പോഴും നടക്കുക വിമാനത്തിലായിരിക്കും, ചിലപ്പോൾ ട്രെയിനിലായിരിക്കും, ചിലപ്പോൾ രാത്രി പാതിരാ നേരത്തായിരിക്കും. ഒരു വേള വിമാനയാത്ര കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഈ വിമാനയാത്ര എനിക്ക് ധന്യമായിട്ടുണ്ട്. 20-ലധികം പേജുകൾ ഞാൻ വിമാനത്തിലിരുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എഴുതി. നോക്കൂ, ഇതൊരു റഫറൻസിൽ നിന്നും എഴുത്തെഴുതുന്നതല്ല. അൽഹംദുലില്ലാഹ്, നമ്മൾ ഭാഗ്യവാന്മാരാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ദർശനകാണ്ഡം പുസ്തകത്തിനൊരു ആമുഖമുണ്ട്. ആ ആമുഖമെങ്കിലും എല്ലാവരും വായിച്ചിരിക്കണേ എന്ന് ഹൃദയം തൊട്ട് മനസ്സ് തൊട്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ആ ആമുഖം കേവലം 1-2 പേജോ അല്ല. ആ ആമുഖം 100 കണക്കിന് പേജുകൾ വരുന്നൊരു ആമുഖം. അങ്ങനെ എവിടെയെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ ആമുഖം 100 പേജുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ആമുഖം മുഴുവനും ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് അൻവാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിശാലത തരുന്ന, കാഴ്ചപ്പാട് നൽകുന്ന സമ്പന്നമായ ആമുഖമാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർശനകാണ്ഡത്തിൻ്റെ ആമുഖം. എല്ലാവരും വായിച്ചിരിക്കണേ. കക്കാട് മുഹമ്മദ് ഫൈസി അദ്ദേഹം രചിച്ച പ്രവാചകരെക്കുറിച്ച് രചിച്ചിട്ടുള്ള പുസ്തകത്തിൻ്റെ 3-ാം വാള്യം ഇന്നിവിടെ പ്രകാശിതമാകുമ്പോൾ അത് ഈ റബീഉൽ അവ്വൽ മാസത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമായിക്കൊണ്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പുസ്തക പ്രകാശന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തിട്ടുണ്ട്, ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനേക്കാൾ മറ്റൊരു പുസ്തകം എൻ്റെ ജീവിതത്തിൽ കടന്നു വരാനില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപക്ഷേ ടൗൺ ഹാളിനെ സംബന്ധിച്ചിടത്തോളം 10 മണിക്ക് പറഞ്ഞ പരിപാടി ഇത്ര ജനനിബിഡവും സുന്ദരവുമായ ഒരു പരിപാടി ഒരുപക്ഷെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ബഹുമാനമാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റബീഉൽ അവ്വൽ, ഈ മാസത്തിൽ മലയാളികളായ വിശ്വാസികൾക്ക് സമ്മാനിക്കാൻ ഇതിലേറെ എന്തുണ്ട് എന്നുള്ളതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ 97-98 കാലങ്ങളിൽ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഖുർആൻ ക്ലാസ് നടത്തിയിരുന്നു. അത് ഫറൂഖ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അവിടെയുള്ള മറ്റെല്ലാ ഹോസ്റ്റലുകളിലെ കുട്ടികൾക്കും
വേണ്ടി നടത്തിയിരുന്ന ക്ലാസ്, അന്ന് ആ ക്ലാസ് അധികവും നടത്തിയിരുന്നത് ഫൈസി ആയിരുന്നു. അധിക ക്ലാസ്സുകളിലും അത് കേൾക്കാനായി ഞാൻ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു ഗുരുവാണ് എന്ന് കൂടി ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഹജ്ജിന് പോകാൻ അവസരം കിട്ടിയപ്പോൾ എൻ്റെ ആദ്യ യാത്ര, വിദേശ യാത്ര ഹജ്ജായിരുന്നു. അതെൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും കൂടെയായിരുന്നു. അന്ന് ഹജ്ജിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കേട്ടത് അന്ന് കക്കാട് മുഹമ്മദ് ഫൈസിയുടെ ഹജ്ജ് ക്ലാസ്, ആ കേസറ്റ് വാക്ക്മാനിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് അത് പൂർണ്ണമായും കേട്ടുകൊണ്ടാണ് എനിക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചത്. അതും എനിക്ക് വലിയ ഒരു അനുഭൂതിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രവാചകനെക്കുറിച്ച് ഇത്തരം ഒരു പുസ്തകം മലയാളത്തിലുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കേണ്ട രീതിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ പുസ്തകം എത്ര മനോഹരമാണ് എന്നുള്ളത് നമുക്കൊക്കെ നമ്മൾ അറിഞ്ഞതും അറിയാൻ പോകുന്നതുമാണ്. ആ പ്രവാചക ദർശനം അത് ഇത്ര മനോഹരമായി ദർശന കാണ്ഡം എന്ന പേരിൽ ഇവിടെ സമർപ്പിക്കാൻ നമുക്ക് കിട്ടിയ അവസരം ഞാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കണക്കാക്കിക്കൊണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ മഹൽ ഫദ്ൽ കൊണ്ട് നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ച് കയറാനുള്ള തൗഫീഖും അവിടെ കയ്യിൽ നിന്ന് ഹൗദുൽ സറത്തിൽ വെള്ളം കുടിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം മോദി ഈ പുസ്തകം ഇവിടെ സമർപ്പിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു صدق وعده نصر عبده وأعز جنده وهزم الأحزاب وحده، لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين ولو كره الكافرون. اللهم صل على سيدنا وعلى آل سيدنا محمد وعلى أصحاب سيدنا محمد وعلى أنصار سيدنا محمد وعلى أزواج سيدنا محمد وعلى ذرية سيدنا محمد وسلم تسليما كثيرا. ഇംഗ്ലീഷ് വിവർത്തനത്തിന്റെ കവർ പേജ് പ്രകാശനം ബഹുമാനപ്പെട്ട തങ്ങളവർകൾ സി കെ ഫൈസൽ സാഹിബ് അവർക്ക് നൽകി നിർവഹിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അറബി പതിപ്പിന്റെ കവർ പേജ് പ്രകാശനം ബഹുമാനപ്പെട്ട തങ്ങളവർകൾ കുഞ്ഞാമു ഫൈസി അവർക്ക് നൽകി പ്രകാശിപ്പിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മലയാളിക്ക് 1500-ാം പ്രവാചക ജന്മദിനത്തിൽ വിശിഷ്ടമായി ലഭിച്ച വരദാനമാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയ്ക്കും ഹൃദ്യമായ ഒരു സമ്മാനം ഈ ഒരു വേളയിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാനില്ല. മലയാളത്തിൽ പ്രവാചകൻ്റെ
കാരുണ്യ ദർശനത്തെ ഇത്രയും ദീപ്തമായി ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. മലയാള കവിതകളിലും മറ്റു മദ്ഹ് പാട്ടുകളിലും നിറഞ്ഞു നിൽക്കുന്ന നിഗൂഢമായ സത്യങ്ങളുടെ, പരമപ്പൊരുളുകളുടെ ലളിതമായ ഭാഷാ കൊടുമുടികൾ ഈ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു. ഇതിൻ്റെ ആമുഖം വായിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രവാചക പ്രഭുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ എത്തിച്ചേർന്ന അനുഭൂതിയുടെ നിറവാർന്ന അനുഭവം ഉണ്ടാകും. ഭൂലോകമാകെ നരകത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ട യുഗത്തിൽ ആ നരകവാതിലുകളൊക്കെ അടച്ച് സ്വർഗവാതിലുകൾ തുറന്നിടാൻ നിയോഗിതനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രഭയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ആ പ്രഭ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്കും അറബി ഭാഷയിലേക്കൊക്കെ പോയി ഒരു ഗ്ലോബൽ എക്സ്പീരിയൻസായി മാറാൻ പോകുന്നു എന്നതുകൂടിയാണ് ഇന്നത്തെ ഈ ദിനത്തിൻ്റെ പ്രത്യേകത. പ്രവാചകരുടെ ആ ഒരു പൊലിമയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എഴുതിയ ഏതാനും വരികൾ ഞാനിതിവിടെ അവതരിപ്പിക്കുകയാണ്. യാ ഹബീബ് സലാം അലൈക്ക, യാ ഹബീബ് സലാം അലൈക്ക, ഹൃദയഭാജനമേ ശാന്തി നേരട്ടെ ഞങ്ങൾ, ഹൃദയഭാജനമേ ശാന്തി നേരട്ടെ ഞങ്ങൾ. ഇരുളിടങ്ങളിൽ നിന്നും വെളിച്ചത്തിനടരുകളിലേക്ക് പടർന്നു കയറാൻ, ഇരുളിടങ്ങളിൽ നിന്നും വെളിച്ചത്തിനടരുകളിലേക്ക് പടർന്നു കയറാൻ, അഹമൊഴിഞ്ഞ് വെളിച്ചമാകാൻ അനുമതി തരാൻ ഏകനോട് പറയുമോ പ്രിയനെ. മണ്ണിനെ തൊട്ടുടിഞ്ഞ് മനുഷ്യനെ തൊട്ടുടിഞ്ഞ് ഒഴുകിത്തെളിയണം, മണ്ണിനെ തൊട്ടുടിഞ്ഞ് മനുഷ്യനെ തൊട്ടുടിഞ്ഞ് ഒഴുകിത്തെളിയണം. പൂക്കളോട് നിറം ചോദിച്ച് പക്ഷികളോട് സ്വരം ചോദിച്ച് പറന്നു പോകണം. ഹിമഗണത്താൽ നിർമ്മലമായി അലിഞ്ഞഴിഞ്ഞ് പാകമാകണം. പ്രിയനെ, അങ്ങയുടെ ഒട്ടകം നക്ഷത്രങ്ങളിൽ വായിക്കുന്ന കീർത്തനങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങൾ. പ്രിയനെ, അങ്ങയുടെ ഒട്ടകം നക്ഷത്രങ്ങളിൽ വായിക്കുന്ന കീർത്തനങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങൾ. അങ്ങയുടെ ഭൂമേനി പുൽകാൻ വിണ്ണയച്ച കുളിർക്കാറ്റ് ഞങ്ങളെയും ഒന്ന് തലോടിയെങ്കിൽ, അങ്ങയുടെ ഭൂമേനി പുൽകാൻ വിണ്ണയച്ച കുളിർക്കാറ്റ് ഞങ്ങളെയും ഒന്ന് തലോടിയെങ്കിൽ. ഈ ദാഹം ശമിക്കാനുള്ളതല്ല, ഈ ദാഹം ശമിക്കാനുള്ളതല്ല, പുണർന്നൊടുങ്ങാനുള്ളതാണ്. ഈ ദാഹം ശമിക്കാനുള്ളതല്ല, പുണർന്നൊടുങ്ങാനുള്ളതാണ്. അവനിൽ ലയിക്കാനുള്ളതാണ്, അവനിൽ ലയിക്കാനുള്ളതാണ്. യാ ഹബീബ് സലാം അലൈക്ക, യാ ഹബീബ് സലാം അലൈക്ക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മുഖ്താർ സിദ്ദീഖ് ബാവ, അരീക്കൽ മുഹമ്മദ് ഇബ്രാഹിം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 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 എൻ്റെ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത, എന്നും തങ്കലിപികളാൽ മനസ്സിൽ സൂക്ഷിക്കാവുന്ന നിമിഷങ്ങളാണ് ഇന്ന് കാലത്ത് 9 മണിക്ക് ശേഷം ഇതിലൂടെ കടന്നുപോയത്. ഈ ഉസ്താദ് കക്കാട് മുഹമ്മദ് ഫൈസിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിലേക്ക് കയറ്റി വെച്ച് തന്ന എന്ന് വേണം പറയാൻ, എൻ്റെ പ്രിയ സഹോദരൻ നജീബ് കുറ്റിപ്പുറമാണ്. വർഷങ്ങൾക്ക് മുന്നേ ഒരു നോമ്പുതുറ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് സ്നേഹിക്കാൻ മാത്രമറിയുന്ന ഒരു സ്നേഹനിധിയായ ഒരു മനുഷ്യനുണ്ട്
നമ്മുടെ നാട്ടിൽ. അദ്ദേഹത്തെ നോമ്പുതുറ ഫംഗ്ഷനിലേക്ക് വിളിക്കണമെന്ന് നജീബ് കുറ്റിപ്പുറം എൻ്റെ സഹോദരനാണ്. അദ്ദേഹം പറഞ്ഞ ആ നിമിഷം മുതലാണ് ഈ മഹത് വ്യക്തിയുമായി എനിക്കുള്ള ബന്ധം. ഞാൻ കഴിഞ്ഞ 39 വർഷക്കാലമായി കൊണ്ട് കൃത്യമായി റംസാൻ വ്രതം അനുഷ്ഠിക്കുന്ന ഒരാളാണ്. അധിക വർഷവും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എൻ്റെ സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ ഒരു നോമ്പുതുറയും എൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിൽ നമസ്കരിക്കുവാനുള്ള സൗകര്യവും മുസല്ല വിരിക്കാറ് ഞാനും എൻ്റെ ഭാര്യയും തന്നെയാണ്. ഈ നിസ്കാരത്തിനൊക്കെ കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായി കൊണ്ട് നേതൃത്വം കൊടുക്കുന്നത് മുനവർ അലി ശിഹാബ് തങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ കൂടുതൽ ആത്മാഭിമാനം കൊള്ളുകയാണ്. ഇന്നിവിടെ പ്രകാശനം നടത്തിയ കൃതി ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെക്കുറിച്ചും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ രചയിതാവിനെയൊക്കെ കുറിച്ച് കൂടുതൽ അറിയുന്നത് ഇവിടെ പലരുടെയും പ്രഭാഷണം, പ്രത്യേകിച്ചും ആമുഖ പ്രഭാഷണം, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുനവർ അലി ശിഹാബ് തങ്ങളുടെ ഭാഷണത്തിൽ നിന്നൊക്കെയാണ് ഈ ഗ്രന്ഥത്തെക്കുറിച്ചും കക്കാട് മുഹമ്മദ് ഫൈസിയെക്കുറിച്ച് പോലും ഇത്രമേൽ ആഴത്തിൽ എനിക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. കക്കാട് മുഹമ്മദ് ഫൈസി ഒരു ഗ്രന്ഥം രചിക്കുക, അത് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളുടെ കരങ്ങളിൽ നിന്നും ഞാൻ ഏറ്റുവാങ്ങാനുള്ള അവസരം എനിക്ക് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും പ്രൗഢിയുമായി ഞാൻ കാണുന്നത്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഊർജം പകരുന്ന അല്ലെങ്കിൽ ഊർജം പ്രസരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ദർശനകാന്ഡം 3-ാം വാള്യം ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഏതായാലും അതിൻ്റെ ഒരു പ്രതി എനിക്കും ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ലൈബ്രറിയിൽ വിശുദ്ധ ഖുർആനെ പോലെ തന്നെ എൻ്റെ വീട്ടിലെ ലൈബ്രറിയിൽ ഇതും അലങ്കരിക്കും. സമയം കിട്ടുമ്പോൾ അത് വായിക്കും. ഇത്തരം പുസ്തകങ്ങൾ ഇസ്ലാമിക ലോകത്തിന് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകും വിധം ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ഇത്തരം പുസ്തകങ്ങൾ, കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും അവയ്ക്കൊക്കെ പ്രകാശനം ചെയ്യാനുമൊക്കെയുള്ള അവസരം ശ്രീ ജനാബ് കുഞ്ഞാലൻകുട്ടിയുടെ ക്യാപിറ്റൽ ബുക്സിന് സാധിക്കട്ടെ. ഇസ്ലാം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശമോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെയല്ല, മറിച്ച് എൻ്റെ പരിചിത വലയത്തിലുള്ള ഇസ്ലാം നാമധാരികളായ സൗഹൃദങ്ങളിലൂടെയാണ്. ലോകത്തിൽ വളരെ സംഘടിതമായിട്ട് തന്നെ ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിൻ്റെ പ്രവാചകരെക്കുറിച്ചുമൊക്കെ വിപരീതാശയങ്ങളും വ്യക്തിഹത്യകളുമൊക്കെ നടത്തുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എൻ്റെയും ജീവിതം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇസ്ലാമിനെ വിമർശിക്കാനും അതിൻ്റെ മോശത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും വേണ്ടി വിമർശനാത്മകമായിട്ട് തന്നെയാണ് ഞാനും സമീപിച്ചത്. അല്ലാത്തൊരു സമീപനമൊന്നും എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ എവിടെയോ മനസ്സിലാക്കി ഇസ്ലാമിനെ ഇല്ലാതെയാക്കാനും പ്രവാചകരെ എഴുത്താനും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ടൂൾ കിറ്റുകളുമായി എൻ്റെ ഒരു 20-ാം വയസ്സിലായിരിക്കണം ഞാൻ ആദ്യമായി ഖുർആൻ പഠിക്കാൻ തുടങ്ങുന്നത്. ആ സമയത്ത് ഇതിനെ നശിപ്പിക്കാനുള്ള ടൂൾ കിറ്റുകളാണ് എൻ്റെ കൈകളിലേക്ക് ആദ്യം വന്നത്. അവിടെ പക്ഷേ സത്യസന്ധമായൊരു ചോദ്യം ഞാൻ ചോദിച്ചു. എന്തുകൊണ്ടാണ് ലോകം അല്ലെങ്കിൽ മറ്റു പല സമ്പ്രദായങ്ങൾ ഇസ്ലാമിനെയും പ്രവാചകരെയും ഇത്ര ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇത് എത്രയും പെട്ടെന്ന് ഇല്ലാതെയാക്കണമെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല മറ്റേത് മതങ്ങളെയും തകർക്കാനുള്ളൊരു ടൂൾ കിറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഇസ്ലാമിനെ തകർക്കാനുള്ള ടൂൾ കിറ്റുകൾ, അത് ബഹുവചനത്തിൽ പറയട്ടെ, ഒന്നും അതിലധികവും ഇന്ന് രഹസ്യമായി അവൈലബിളാണ്. ഇവിടെ നിന്നാണ് എൻ്റെ ചിന്തകളുടെ മാറ്റം ഉണ്ടാകും. അതിനെ അതിജീവിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ അതിജീവനത്തിനുള്ള ഉത്തരവാദിത്വം കൂടി ഈ 1500 വർഷവും ഈ മാസവും വരുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ട് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു സംഗമം. അതിനു വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഫങ്ഷനാലിറ്റി നഷ്ടപ്പെട്ടിരിക്കും. ഇവിടെയാണ് ഇന്നൊരു വ്യത്യസ്തമായി ചില ഗ്രൂപ്പുകളെങ്കിലും ചില വിഭാഗങ്ങളെങ്കിലും ചില ഗുരുവഴികളെങ്കിലും വിളങ്ങി പ്രശോഭിക്കുന്നത്. ഞാനിന്ന് തങ്ങൾ പ്രസംഗിച്ചപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒരുപാട് വേദികളിൽ, ആയിരക്കണക്കിന് വേദികളിൽ, ഇത്തരം വേദികളിൽ പോയിട്ടുണ്ട്. ഒരു 100ഓളം വേദികൾ ഞാനും മുനവർ അലി തങ്ങളും തന്നെ
പലപ്പോഴും പങ്കെടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സംഖ്യ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറയുകയൊക്കെ ചെയ്യാം. എവിടെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അദ്ദേഹം വരുന്നു, വേദിയിൽ 5 മിനിറ്റ് ഇരിക്കുന്നു, അപ്പോഴേക്കും ഉദ്ഘാടന പ്രഭാഷണത്തിന് വിളിക്കുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു, അടുത്ത 5 മിനിറ്റ് കൊണ്ട് പോകുന്നു. എവിടെയും ഇന്ന് പ്രസംഗിച്ചതുപോലുള്ളൊരു ഹൃദയം തുറന്നുള്ളൊരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. ഞാനിന്നിങ്ങനെ വല്ലാതെ അത്ഭുതപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന, ഞാൻ മോശമാക്കി പറയല്ല കേട്ടോ, ഇത്രയൊക്കെ സംസാരിക്കുന്ന, ഹൃദയം നിറഞ്ഞു കവിയുന്നത് ഞാനിന്ന് അവിടെ കണ്ടു. കാരണം ആ വേദികളിൽ അതിനുള്ള സാഹചര്യം ഒരുക്കപ്പെട്ടിട്ടില്ല. ഇന്ന് ഈ വേദി വ്യത്യസ്തമാകുന്നത് ഞാൻ നേരത്തെ സൂക്ഷിച്ച ഫങ്ഷനാലിറ്റിയാണ്. നേരത്തെ സൂചിപ്പിച്ച ഫങ്ഷനാലിറ്റി ഉണ്ട് ഈ ഗുരുവഴിക്ക് എന്നതുകൊണ്ടാണ് ഇത്തരം ഒരു വേദിയിൽ അങ്ങനെ ഹൃദയം തുറന്ന് സംസാരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ നമ്മളിവിടെ കേട്ടു. ഇങ്ങനെയൊരു ഫങ്ഷൻ പലപ്പോഴും എല്ലാ മതങ്ങളുടെ വേദിയിലും പോകുന്ന ഒരാളാണ്. ഒരു മതവേദിയിലും ഞാനും കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം ഇതിന് ഒരു ഫങ്ഷനാലിറ്റി ഉണ്ട്. ഇസ്ലാമിൻ്റെ ഫങ്ഷനാലിറ്റി തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ തെരീക്ക് വിഭാഗങ്ങൾ, അതിൻ്റെ ഗുരുവഴികൾ, അത് കൂടുതൽ ഫങ്ഷനിലാവണം. അപ്പോൾ മാത്രമാണ് ആധുനിക AI കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ ഇനിയും മതം പ്രസക്തമാക്കാൻ നമുക്ക് മാതൃകകൾ ഉണ്ടാവുകയുള്ളൂ. പഴയതിൻ്റെ പലതിൻ്റെയും ഗ്ലാനി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തിളക്കം കുറഞ്ഞു വരികയാണ്. ധർമ്മത്തിൻ്റെ ഗ്ലാനി സംഭവിക്കുമ്പോഴാണ് മുഹിദീന്മാർ ഉണ്ടാകുന്നത് എന്നാണല്ലോ, ദീനിനെ ഹയാത്താക്കുന്നവർ ഉണ്ടാകുന്നത് എന്നാണല്ലോ ഭഗവത്ഗീതയും നമ്മുടെയൊക്കെ സൂഫി സംവിധാനങ്ങളും നമ്മളോട് പറയുന്നത്. അങ്ങനെയുള്ള അവതാരങ്ങൾ, അങ്ങനെയുള്ള ദീനിനെ ഹയാത്താക്കുന്ന മൊയ്തീനുകൾ ഉണ്ടാകും. ഈ കാലഘട്ടത്തിലും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിച്ചു, സർവത്തിലും ആധുനികതയുടെ എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴും ഗുരുവഴിയുടെ, ഗുരുകാരുണ്യത്തിൻ്റെ ആ ഒരു അന്തർലീനത അതിലെല്ലാം ഉണ്ട്. എടുക്കുന്ന ടിഷ്യൂ പേപ്പറിൽ പോലും ഇത് കസ്റ്റമൈസ്ഡാണ്. എടുക്കുന്ന വെള്ളക്കുപ്പിയിൽ പോലും അത് എവിടുന്നെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന ഒന്നല്ല, അതുമ്മലും ഉണ്ട് ഇതിൻ്റെയൊക്കെ റസൂലുള്ളാ, സയ്യിദുനാ റസൂലുള്ളാ, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ട്. വളരെ അത്ഭുതമാണ്. ആ ആധുനികതയുടെ എല്ലാ സംവിധാനങ്ങളിലേക്ക് പോകുമ്പോഴും ആ ഗുരുവഴിയുടെ നൈർമല്യം സൂക്ഷിക്കുന്നവരാണിവർ. അതിൻ്റെ നേർസാക്ഷ്യം ഞാനൊന്ന് പറയട്ടെ. എൻ്റെ കൂടെയും ശിഷ്യന്മാരുണ്ട്. ഞാൻ എപ്പോഴും അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എവിടെ, ഏത് ഉസ്താദിൻ്റെ അടുത്ത് പോകാനാണ്? അവരൊക്കെ അദബ് വിടാതെ തന്നെ പറയും, എല്ലാവരുടെ അടുത്തും പോകാനൊന്നും ഇഷ്ടമാണ്, എന്നാലും അത് ദസൂക്കി ഉസ്താദിൻ്റെ അടുത്താണ്. അതെന്താ? മറ്റൊന്നുമല്ല, മൈക്കിൾ എച്ച് ഹാർട്ട് ഇവിടെ 100 പേരുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരുടെ 100 പേരെ തിരഞ്ഞെടുത്തപ്പോഴും മുഹമ്മദിനോട് അദ്ദേഹത്തിന് യാതൊരുവിധ താല്പര്യമില്ലാഞ്ഞിട്ട് പോലും മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന അമേരിക്കൻ എഴുത്തുകാരൻ ഒന്നാമതായി വച്ചത് റസൂലുള്ളാഹിയാണ്. അതിനൊറ്റ കാരണമാണ് അദ്ദേഹം പറയുന്നത്, ഹി വാസ് സോ ഫങ്ഷണൽ. ഈ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇഹവും പരവും ഒരുപോലെ സംവിധാനം ചെയ്ത് മരിച്ചുപോയ, ഇഹത്തിലും പരത്തിലും പല പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ തള്ളിപ്പറച്ചിലും ഒറ്റിക്കൊടുക്കലുകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ താൻ പറഞ്ഞതുപോലെ നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ആചാരാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ട് അതിൻ്റെ ഫുൾനെസ് കണ്ടുകൊണ്ട് മരിച്ചൊരു പ്രവാചകൻ അത് റസൂലുള്ളാഹി മാത്രമാണ്. ഇന്നത്തെ കാലത്തിൽ എനിക്കിഷ്ടപ്പെട്ട 100 പേരുടെ 100 പേരുടെ ഞാനൊരു മൈക്കിൾ ഹാർട്ടായിട്ട് ഞാനും നാളെ എഴുതാൻ പോവുകയാണ്. 100 പേർ ഞാൻ ഇഷ്ടപ്പെടുന്നവരിൽ ആരായിരിക്കും എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് എൻ്റെ മക്കൾ എന്നോട് സാക്ഷ്യപ്പെടുത്തിയ ദസൂക്കി ഉസ്താദാണ്. ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹത്തിൻ്റെയും ആത്മീയ സ്രോതസ്സായി നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെയും ഗുരുവഴിയിൽപ്പെട്ട ആ ഗുരുവിനെയും കാണാനുള്ള ഭാഗ്യം, ഈജിപ്തിൽ പോയി കാണാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ആ ഭാഗ്യശീലനായ ആ മഹാനവറുകളുടെ വ്യാഖ്യാനങ്ങളും എഴുത്തുകളും പഠിപ്പിക്കലുകളും ഇത്തരത്തിൽ ഫങ്ഷനാലിറ്റി ഉള്ളതായിരുന്നു. അതുകൊണ്ട് നിശ്ചയമായും എനിക്ക് ഉറപ്പുണ്ട്, ഇങ്ങനൊരു ഗ്രന്ഥമില്ല. അതെനിക്ക് പറയാൻ കഴിയും. കാരണം മുഹമ്മദിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും എൻ്റെ കൈവശമുള്ളത്ര ബുക്കുകളൊന്നും ഒരുപക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാവില്ല. അതിന് മാത്രം പട്ടിണി കിടക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കാലത്തും പട്ടിണി കിടന്നും വണ്ടിക്കൂലിക്ക് തരുന്ന പൈസയിൽ നടന്നുപോയി ഞാൻ പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത്രയും പുസ്തകം, അന്ധകാലം മുതലുള്ള പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇതുപോലൊരു പുസ്തകം അതിലുമുണ്ടാകാൻ സാധ്യതയില്ല. അതിവിടെ പറഞ്ഞത് വളരെ സന്തോഷമാണ്. ഇനിയും 4ാം വോളിയം ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. നിറയെ ഫങ്ഷനാലിറ്റിയുള്ള,
ആധുനിക AI കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ എല്ലാ അർത്ഥത്തിലും ധർമ്മത്തിൻ്റെ ഗ്ലാനി, എല്ലാ അർത്ഥത്തിലും ദീനിൻ്റെ തഖ്വ കുറഞ്ഞുകൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ അത് പുനർജീവിപ്പിച്ചുകൊണ്ട് ദീനിനെ ഹയാത്താക്കുന്ന ഒരു വോളിയം കൂടി ഇനിയും വരേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അഭിപ്രായമാണോ അല്ലയോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എനിക്കറിയാം ഉസ്താദിൻ്റെ ഈ ഫങ്ഷനാലിറ്റി സ്വരൂപം, ആ ഫങ്ഷനാലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇതൊരു വല്ലാത്തൊരു സൗന്ദര്യ മുഹൂർത്തമാണ്. ഇത് നമ്മളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്, ഇത് തിരിച്ചു വരേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് ഓരോ മതത്തിലും, ഇന്ന മതത്തിൽ നിന്ന് മാത്രം ഞാൻ പറയുന്നില്ല, എല്ലാ മതങ്ങളുടെയും പ്രസക്തിക്ക് ഇത്തരത്തിലുള്ള ഫങ്ഷണൽ സെക്റ്റുകൾ ഉണ്ടാവണം. അത് ആ ഗുരുവഴിയുടെ നന്മയാണ്, ഗുരുവഴിയുടെ ബറക്കത്താണ്, ഗുരുവഴിയുടെ അനുഗ്രഹമാണ്. അത് ആവർത്തിച്ച് പറയാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇതാണ് ലോകം ആവശ്യപ്പെടുന്ന ആത്മാർത്ഥതയും, അല്ലെങ്കിൽ ഇതാണ് ലോകം ആവശ്യപ്പെടുന്ന ഒരു മോഡൽ. ആ മോഡലിലേക്ക് നമുക്കൊക്കെ നമ്മുടെ ഉത്തരവാദിത്തം ഒരു നിമിഷം പോലും മറക്കാതെ 1500 വർഷം ത്തിൻ്റെ ഈ സമയത്ത് കുറേ പഞ്ചസാര വെള്ളവും മുട്ടായും പതാക വഴക്കി ദഫും കോലുകളിയൊക്കെ ആയി മാത്രം ആഘോഷിക്കേണ്ടതല്ല നമ്മുടെയൊക്കെ ഈ പറയുന്ന പ്രവാചക സ്മരണകൾ, തിരുജയന്തി. ഓരോരുത്തരും മുഹമ്മദിൻ്റെ അനുയായികളും മുഹമ്മദിനെ ഇഞ്ചോടിഞ്ച് കൊണ്ടു നടക്കുന്നവരുമായി അവരവരിൽ അള്ളാഹു മുഹമ്മദും തികയുകയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ അദ്വൈതത്തിൻ്റെ അങ്ങേ അറ്റത്തെ ഒരു ഭാവമാണ്. പലരും ചരിത്രകാരന്മാരും ഫിലോസഫേഴ്സൊക്കെ പറയും ഇസ്ലാം ഒരു ദ്വൈതമാർഗമാണ് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പായിട്ടും പറയും ഇസ്ലാം ഒരു അദ്വൈത മാർഗം തന്നെയാണ്. കാരണം അതിൻ്റെ ലക്ഷ്യം ഇതാണ്. അതുകൊണ്ടാണ് ഒരു ഫോട്ടോ പോലും ഇതിൽ പതിപ്പിക്കാൻ അവരാരും ആഗ്രഹിക്കാതിരിക്കുന്നു. അതിനർത്ഥം നമ്മുടെ ഗുരുക്കന്മാരുടെ ഫോട്ടോകളോട് നമുക്ക് ആദരവ് വേണ്ട എന്നല്ല. ഈ ഒരു ഫങ്ഷനാലിറ്റി നിലനിർത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധമാണ് എന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന എന്നെയും ദൈവം നിങ്ങൾ അവരുടെ എവിടെയെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തട്ടെ, അല്ലെങ്കിൽ അവിടെയും എനിക്കൊരു സമാധാനം നൽകട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാകണം. എല്ലാവിധ ആശംസകളും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ഈ എളിയ ഖിദ്മത്ത് ഇത് നമ്മുടെ ഔന്നിത്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഇഹപര സൗഭാഗ്യത്തെ ഒരല്പമെങ്കിലും ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ളതാണ്. ആഴത്തിൽ പഠിക്കാനോ അഗാധ ജ്ഞാനം നേടാനോ ഒന്നും എനിക്കെന്നല്ല, ആദരവായ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെടുമ്പോൾ സൃഷ്ടികൾക്ക് ആർക്കും വയ്യ. ഈ ഒരു കഴിവില്ലായ്മയുടെ തിരിച്ചറിവുണ്ടാക്കാനാണ് ഈ പ്രസംഗവും ഈ പുസ്തകവും ഒക്കെ. പുസ്തകത്തിൻ്റെ സന്തോഷത്തിനിടയിലും ആദരവായ റസൂലുള്ളാഹിയെ പരാമർശിച്ചിടത്തും അവതരിപ്പിച്ചിടത്തുമുള്ള അവിടുത്തെ ഔന്നിത്യമാർന്ന വ്യക്തിത്വത്തിൻ്റെ പ്രഭാവത്തെ പ്രകാശിപ്പിക്കുന്നതിൽ ഈ വിനീതൻ്റെ ചിന്തകൾക്കും എഴുത്തുകൾക്കും കുറവ് വന്നത്, വീഴ്ച വന്നത് ആദരവായ റസൂലുള്ളാഹിയുടെ കുറവ്, ധർമ്മം കൊണ്ട്, കറമ് കൊണ്ട് അല്ലാഹു തആല പൊരുത്തപ്പെട്ട് തരട്ടെ. കുറവുകളും തെറ്റുകളും പരിഹരിച്ച് ആദരവായ റസൂലുള്ളാഹിയെ ആത്മാർത്ഥമായി അറിയാനും സ്നേഹിക്കാനുമുള്ള അവസ്ഥകൾ അല്ലാഹു തആല നമുക്കെന്നും എപ്പോഴും പ്രദാനം ചെയ്യട്ടെ. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ആരെപ്പോലെ നിൽക്കാൻ കഴിയും നമുക്ക്? അവിടുത്തെ സ്നേഹസഹജരായ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം, അവരെയും അല്ലാഹു തആല തെരഞ്ഞെടുത്ത് നിയോഗിച്ചവരാണ്. ഇതാണ് നാം അറിയേണ്ടത്. റസൂലുള്ളാഹി മാത്രമല്ല, അവിടുത്തോട് ബന്ധപ്പെട്ട എല്ലാം ഇസ്തിഫ ഉള്ളവരാണ്. ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ 1000 കാതം അടുത്തേക്ക് പോകാൻ ആർക്കാണ് സാധിക്കുക? ഹിജ്റ വേളയിൽ പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള തിരുനബിയുടെ പലായനത്തിൽ കൂട്ടുകാരനായി റഫീഖ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു തെരഞ്ഞെടുത്തതായിരുന്നല്ലോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
3-4 ദിവസങ്ങളിലെ ഉറക്കമൊഴിവാക്കിയുള്ള മലകയറ്റവും ക്ഷീണവും പ്രയാസവും ശത്രുക്കളുടെ പിന്തുടർച്ചയെ, ഭീഷണിയെ ഭയപ്പെടുന്ന നാളുകളും അതൊക്കെ കഴിഞ്ഞ് പതുക്കെ ദിശ മാറി സൗർ ഗുഹയിൽ നിന്ന് ഇറങ്ങി സുദീഖ് റളിയല്ലാഹു അൻഹു തിരുനബിയുമായി കൊണ്ടുപോവാണ്. ഇന്നുമുണ്ട് ആ സ്മാരക ഓർമ്മകൾ നിലനിൽക്കുന്ന വലിയൊരു കല്ല് മദീന മക്ക ഹിജ്റ യാത്രയുടെ വഴിയിൽ. ആ വലിയ പാറയുടെ തണലിൽ ആദരവായ റസൂലുള്ളാഹിയെ വിരിപ്പ് കൊടുത്ത് പൊടി തട്ടിക്കൊടുത്ത് ഒന്നുറങ്ങാനുള്ള സന്ദർഭം കൊടുത്തു. ഉറങ്ങാത്ത നബി, വിഷമിക്കുന്ന നബി, വേദനിക്കുന്ന നബി ഒരല്പം ആശ്വസിക്കട്ടെ ഈ പാറയുടെ തണലത്ത് സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമയെ കിടത്തി കൊച്ചു കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെ ആദരവായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് കിടത്തുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വസ്ഥമായി ഉറങ്ങുന്നു. അത് കണ്ട് സിദ്ദീഖ് യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ കണ്ണുനീരാണ്. പുറത്തേക്കൊക്കെ പോയി നോക്കി. എന്തെങ്കിലും ഒന്ന് തിരുനബിക്ക് ഫ്രഷായി കൊടുക്കാൻ. ആഹാരമില്ല, വെള്ളമില്ല, ദാഹിക്കുന്ന യാത്ര 4 ദിവസത്തെ തരണം ചെയ്ത ഈ സന്ദർഭത്തിൽ ഒരറേബ്യൻ ബാലനോട് കെഞ്ച് അവൻ്റെ ആട്ടിൻകൂട്ടങ്ങളിൽ നിന്ന് സമ്മതമെടുത്ത് പാല് കറന്നെടുത്ത് വിശദമായി പറയുന്നുണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പുസ്തകത്തിലൊക്കെ അത് വായിക്കാൻ കഴിയും. ഇവിടെ ഞാൻ പറയുന്നത് ഈ ഒരു മനോവികാരത്തിലേക്ക് എത്താൻ, അതിൻ്റെ 4 അയലത്തേക്ക് ആദരവായ റസൂലുള്ളാഹിയെ പ്രാപിക്കാൻ നമുക്ക് എപ്പോഴാണ് കഴിയുക? അള്ളാഹുവിൻ്റെ തുണ. സിദ്ദീഖ് പാല് കൊണ്ടുവന്ന് കയ്യിൽ പിടിച്ച് ആദരവായ റസൂലുള്ള ഉറങ്ങുന്നതും കണ്ട് കൺകുളിർമയോടെ നിൽക്കുക. സിദ്ദീഖ് ഒരു വാക്ക് പറയുന്നുണ്ട്. അവിടെ ഇമാമുകളൊക്കെ പറയുന്നുണ്ട്, പാല് ശേഖരിച്ച പാത്രം പ്രത്യേകം കഴുകി ശുദ്ധിയാക്കിയതും പാല് കറന്നെടുത്ത ആടിൻ്റെ അകിട് പ്രത്യേകമായി വെള്ളം തളിച്ച് വൃത്തിയാക്കുന്നതുമൊക്കെ സിദ്ദീഖിൻ്റെ കരുതൽ, സിദ്ദീഖിൻ്റെ പ്രണയം. ഒടുവിൽ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർന്നപ്പോൾ പാല് കൊടുത്തു. സിദ്ദീഖ് പറയുകയാണ്, വനദർതു ഇലാ വജ്ഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ റസൂലുള്ളാഹി പാല് കുടിക്കുന്നത് നോക്കി നിന്നു ഞാൻ. ഫശരിബ റസൂലുള്ളാഹി ഹത്താ ഇർതവൈതു. ആദരവായ റസൂലുള്ളാഹി ആ പാല് കുടിച്ചു കുടിച്ചു കുടിച്ചു, എനിക്ക് ദാഹം തീർന്നു. ഇത് വായിക്കാൻ ബുദ്ധി പോരാ, ഇത് ഗ്രഹിക്കാൻ ഖൽബ് വേണം. ആദരവായ റസൂലുള്ളാഹി പാല് കുടിച്ചപ്പോൾ എനിക്ക് ദാഹം തീർന്നു എന്ന് പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും 4 അയലത്തേക്ക് ആ മഹബത്തിൽ എത്താനുള്ള വഴി മാർഗം നമുക്ക് തെളിഞ്ഞു കിട്ടണം. ഒരു ദിവസം മദീനയിൽ ഉമറുൽ ഫാറൂഖ് സിദ്ദീഖ് ഉൾപ്പെടെയുള്ള VIP-കളായ സഹാബത്ത് മുഴുവനുണ്ട്. അവരോട് സയ്യിദുനാ റസൂലുള്ളാഹി കുശലം പറഞ്ഞു. ചോദിച്ചു, ഇന്നലെ രാത്രി സ്വർഗത്തിൽ കടന്നവരാരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? ഇതിൽ നിന്ന് പലതും പഠിക്കാം. നമ്മുടെ പുസ്തകത്തിൽ അത് വരും ഇൻഷാ അല്ലാഹ്, വന്നിട്ടുണ്ട്. സദസ്സ് ഇന്നലെ രാത്രി സ്വർഗത്തിൽ നിങ്ങളിൽ പ്രവേശിച്ചവരാര് എന്നാണ് ചോദ്യം. എല്ലാവരും മിണ്ടാതിരുന്നപ്പോൾ ബാലനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. സദസ്സാകെ അന്തിച്ചു. ഉമറുൽ ഫാറൂഖ് പോലും വിഷമിച്ചു. ഈ കുട്ടി സദസ്സെന്ന് എന്താ ഈ പറയണത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ചോദിച്ചു, ഇന്നലെ രാത്രി സ്വർഗത്തിൽ പ്രവേശിച്ച് വെള്ളം കുടിച്ച് ആഹാരം കഴിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ ഉള്ളത്? സദസ്സിന് മറുപടിയില്ല. അപ്പോഴും ആ പൊന്നുമോൻ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. ഞാനുണ്ട്. നമുക്കാർക്കും മനസ്സിലാകാത്ത മറുപടിയാ. ഉമറുൽ ഫാറൂഖ് പറയുന്നുണ്ട്, ഈ സദസ്സിൽ എൻ്റെ മോൻ എന്നെ വഷളാക്കിയോ എന്ന് ഞാൻ വിചാരിച്ചു പോയി.
അപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി ചോദിച്ചു, അബ്ദുല്ലാ, എങ്ങനെ സാധിച്ചു നിനക്കത്? ഇന്നലെ രാത്രി സ്വർഗത്തിൽ പ്രവേശിച്ചു, വെള്ളം കുടിച്ചു, എങ്ങനെ നടന്നു അത്? അപ്പോഴാ മോൻ പറഞ്ഞ മറുപടി ഇതൊക്കെ നമ്മുടെ ആദർശമായി തീരട്ടെ. അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്നലെ രാത്രിയിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ടുമുണ്ട്. കഅന്നക ശരിബ്ത വകഅന്നി ശരിബ്തു വകഅന്നക ദഖൽത കഅന്നി ദഖൽതു യാ റസൂലല്ലാഹ്. അങ്ങ് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഞാൻ പ്രവേശിച്ചതുപോലെ ആയില്ലേ? അങ്ങ് വെള്ളം കുടിച്ച് ആഹാരം കഴിച്ചാൽ ഞാൻ വെള്ളം കുടിച്ച് ആഹാരം കഴിച്ചതുപോലെ ആയില്ലേ? സയ്യിദുനാ റസൂലുള്ളാഹി അപ്പോൾ പറഞ്ഞതാണ്, ഈ വികാരമാണ്, ഈ മനസ്സാണ് മഹബത്ത്. നമ്മളൊക്കെ പറയുന്നു, എഴുതുന്നു, പ്രസംഗിക്കുന്നു, വാചാലമാണെല്ലാം. കൽബിലേക്ക് എത്ര ശതമാനം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് മാത്രം പറയുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്നേഹത്താലോലത്തിൻ്റെ മുമ്പിൽ ആരെപ്പോലെ ആകാനാണ് നമുക്ക് കഴിയുക? ഒരല്പമെങ്കിലും ഉയരാൻ സാധിച്ചാൽ, കഴിഞ്ഞ വർഷത്തെ റബീഉൽ അവ്വലിനേക്കാളും ഈ വർഷത്തെ റബീഉൽ അവ്വലിൽ തിരിച്ചറിവിൻ്റെയും പ്രണയത്തിൻ്റെയും അനുധാവനത്തിൻ്റെയും വഴി നമുക്കൊന്നുകൂടി അടുക്കാനുള്ള മാർഗം അള്ളാഹു നമുക്ക് അത് ഒരുക്കിത്തരട്ടെ എന്നെപ്പോഴും ദുആ ചെയ്യുക. അവിടുത്തെ തിരിച്ചറിവ് അത് മാത്രമേ ഉള്ളൂ. ഞാൻ ചിലപ്പോഴൊക്കെ 10-20 വർഷത്തെ നിതാന്തമായ വായനയിലൂടെ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ജുനൂദുൽ ഹുബ്, പ്രണയത്തിൻ്റെ ആ പട്ടാളം, അവരെപ്പറ്റി വല്ലാതെ പഠിക്കാറുണ്ട്, വായിക്കാറുണ്ട്. വായിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിലേക്കാണ് കയറുക. ഗുരുമുഖത്ത് നിന്ന് സമ്മാനദാനമായി വരുമ്പോൾ കുറച്ചൊക്കെ കൽബിലേക്ക് വരും. ആരെപ്പോലെ ആകണം, എങ്ങനെ ആകണം? ജബലു ഉഹദിൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും പ്രകൃതിയിലെ അചേതന വസ്തുക്കളും ഹൃദയം കൊണ്ട് സ്നേഹിച്ച ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ടൗൺ ഹാളിലെ ഈ സന്തോഷ നിമിഷത്തിൽ എന്ത് പറയുമെന്നൊരു നിമിഷം ആലോചിച്ചിരുന്നു. എനിക്ക് തോന്നിപ്പോയത് സിദ്ദീഖിനെ, അബ്ദുല്ലാഹിബ്നു ഉമറിനെ, അവരെ ഒന്നും ഒരല്പമെങ്കിലും പരിപാലിക്കാനുള്ള അവസ്ഥയിലേക്ക് ഞാൻ ഉയർന്നിട്ടില്ല. സയ്യിദ്നാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആദരവായ റസൂലുള്ളാഹിയുടെ സ്വഭാവം വല്ലാത്ത ഒരു അത്ഭുതമാണ്. ഞാനായിരുന്നു വെള്ളവും പാലും ഒക്കെ സൂക്ഷിക്കുന്ന സേവകൻ. പുന്നാര നബിക്ക് ആഹരിക്കാനുള്ള പാല് വന്നു, ഞാനത് കാത്തു പാർത്തിരുന്നു. റസൂലുള്ളാഹി എങ്ങോ പോയി മദീനയിലെ അൻസാറുകളുടെ വീട്ടിലേക്ക്. ഞാൻ ആ പാലും പാർത്തിരുന്നു. എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ വല്ലാതെ പാല് സയ്യിദുനാ റസൂലുള്ളാഹി കുടിച്ചാൽ കുറച്ചെങ്കിലും എനിക്ക് ബാക്കി കിട്ടുമല്ലോ, കാത്തിരുന്നു. സുബഹിയോളം ഉറക്കമൊഴിച്ച് കാത്തിരുന്നു. സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഇനി റസൂലുള്ളാഹി വരൂല്ലായിരിക്കും. അൻസാറുകളുടെ സ്നേഹഭവനങ്ങളിലേക്ക് പര്യടനത്തിന് പോയതാ, എന്തെങ്കിലും അവിടെ നിന്നൊക്കെ കഴിച്ചിരിക്കും. എന്നാൽ പുലർച്ചയ്ക്കാണ് അവിടുന്ന് വരുന്നത്. സയ്യിദ്നാ അനസ് പറയുന്നു, കൂട്ടുകാരെന്നോട് ഓടി വന്ന് പറഞ്ഞു, എവിടെ റസൂലുള്ളാഹിക്കുള്ള വെള്ളം, റസൂലുള്ളാഹിക്കുള്ള പാല്? അവിടുന്ന് ഒന്നും കഴിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ സമയം തെറ്റിയപ്പോൾ റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ പാല് ഞാൻ പതുക്കെ കുടിച്ചിരുന്നു. അത് കുടിച്ച് തീർത്തു പോയിരുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനസ്സിലാക്കി അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ അനസ്, അനസായും, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്. എനിക്ക് നീ ആ പാല് കുടിച്ചത് അത്രയും നന്നായി. എനിക്ക് ഈ പാല് ഇപ്പം കുടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ്റെ മാനവും മനസ്സും കാത്തുരക്ഷിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ പറയേണ്ടു നമുക്ക്? സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭൃത്യന്മാർ, വേലക്കാർ, സേവകർ, സുഹൃത്തുക്കൾ, ഞങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും സയ്യിദുനാ റസൂലുള്ളാഹിയെ വിളിക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾ ബഹുമാനത്തോടു കൂടിയാണ് വിളിക്കുക. എന്നാൽ ആദരവായ റസൂലുള്ളാഹിയെ ഞങ്ങൾ വിളിച്ചാൽ അവിടുന്ന് ഞങ്ങളോട് മറുപടി പറയൽ എങ്ങനെയാ? ഈ ഉലകത്തിൻ്റെ ചക്രവർത്തി, 276 കൊച്ചു രാജ്യങ്ങൾ, അറേബ്യൻ റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡന്റ്, 10,000-കണക്കിന് സഹാബിമാരുടെ ഹൃദയത്തിൻ്റെ ചങ്ക്, ഈ റസൂലുള്ളാഹി വേലക്കാരോ സേവകരോ
വല്ലപ്പോഴും റസൂലുള്ളാഹിയെ വിളിച്ചാൽ അവിടുന്ന് ഉത്തരം ചെയ്യുന്ന രീതി ലബ്ബൈക് അനദാ ഹഹുന ലബ്ബൈക്. റസൂലുള്ളാഹി എന്ന് മൂളുകയല്ല, റസൂലുള്ളാഹി ശിഷ്യന്മാർ വിളിക്കുമ്പോൾ ആംഗ്യം കാണിക്കുകയല്ല. ലബ്ബൈക്, ഞാനിത് അവിടെ ഉണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്, സ്വീകരിക്കാൻ സന്നദ്ധനായി ഞാനിവിടെ സജ്ജമാണ്, ലബ്ബൈക് എന്ന് മറുപടി പറഞ്ഞ് തൻ്റെ സതീർത്ഥ്യരോട് പെരുമാറിയ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചു നേരം എൻ്റെ മനസ്സ് പല സഹാബത്തിൻ്റെയും ഈ സ്നേഹ പ്രണയ പരിപാലനത്തിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിയില്ല. ഒടുവിൽ ഞാനൊരു കഥാപാത്രത്തെ ചരിത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ഞാൻ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു വിശിഷ്ട ഫാനാകാൻ, അള്ളാഹുവിൻ്റെ ലോകത്ത് ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ചെറിയ സ്നേഹ കഥാപാത്രമാകാൻ ആശിക്കുന്നു. ഞാൻ 1-ാം വോള്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് വിശദീകരിച്ച്. മറ്റൊന്നുമല്ല, ആ മെലിഞ്ഞൊട്ടിയ പിന്നീട് തടിച്ച ആ വെളുത്ത ഒരു കഴുതുണ്ട്, വെളുത്ത ഒരു കഴുത. എനിക്ക് ആ കഴുതയുടെ കാല് പിടിച്ച് കഴുകിക്കൊടുക്കാനാണ് പൂതി. ഏതായിരുന്നു ആ കഴുത? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് റബീഉൽ അവ്വലിൻ്റെ 2-3 ദിവസങ്ങൾ ഈ പുതിയ തീയതിയാണ്. ഈ തീയതികളിൽ ഒന്നിൽ ബീവി സയ്യിദത്തുന ആമിന റളിയല്ലാഹു അൻഹ എന്ന മാതാവ് തൻ്റെ പ്രിയപ്പെട്ട മോനെ മുലയൂട്ടാൻ വേണ്ടി കൊടുത്തിരുന്നല്ലോ. ത്വായിഫിലെ ബനൂ സഅദിലെ സയ്യിദത്തു ഹലീമ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക്. ചരിത്രം വലുതാ, പക്ഷെ ഞാനിത് ചരിത്രം പറയാനല്ല, ആ ഒരു കഴുതയുടെ കാല് പിടിക്കാനെങ്കിലും നമുക്കായാൽ. സയ്യിദത്തുന ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ ഹൃദയം കൊണ്ടാണ് പറയുന്നത്. ത്വായിഫിൽ നിന്ന്, ബനൂ സഅദിൽ നിന്ന് 70-ലധികം മൈലുണ്ട് ദൂരം. കുട്ടികളെ മുലയൂട്ടാൻ ശമ്പളം കിട്ടും, സമ്മാനം കിട്ടും. ഞങ്ങൾ 10 വനിതകൾ മുലയൂട്ടാനുള്ള കുട്ടികളെ ഖുറൈശി കുടുംബത്തിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോയി. വലിയ കുടുംബങ്ങളിലൊക്കെയുള്ള സമ്പന്നരുടെ മക്കളുടെ കുട്ടികളെ മുലയൂട്ടാൻ ഓരോരുത്തരും ഓരോ വീട്ടിൽ കയറി. എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ കുട്ടികളെ കിട്ടി. ഇത് ഞാൻ കൊണ്ടുപോകുന്നത് ഇത് റബീഉൽ അവ്വലാണ്. നമ്മുടെ കൽബിൽ പൊഞ്ചുമോനായ സയ്യിദുനാ റസൂലുള്ളാഹി ജീവിക്കണം. യൗവന പ്രായത്തിൽ ഖുറൈശികളുടെ കൂടെ കഅബ ഷരീഫിന് ഹജറുൽ അസ്വദ് ഉയർത്തിക്കൊടുക്കാൻ ഭാഗ്യമുണ്ടായ സയ്യിദുനാ റസൂലുള്ളാഹിയെ കാണണം. 25 വയസ്സുള്ളപ്പോൾ ഖദീജത്തുൽ കുബ്രായുടെ പുതുമണവാളനായി കടന്നു വന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം. എവിടെ കണ്ടാലും സ്നേഹത്തിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ എന്തുമാത്രം ഉത്കൃഷ്ട ഭാവങ്ങൾ. ഹലീമ ബീവി പറയാണ്, ഞങ്ങൾ ബനൂ സഅദിൽ നിന്ന്, ത്വായിഫിൽ നിന്ന് പുറപ്പെട്ടു. എൻ്റെ കൂടെ ഉള്ളത് ഒരു ചാവാളി കഴുതയായിരുന്നു, വെളുത്ത മെലിഞ്ഞൊട്ടിയ കഴുത. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു ചെറിയ ഒട്ടകമുണ്ട്, പെണ്ണൊട്ടകം. ഞങ്ങൾ മക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ എൻ്റെ കഴുത തീരെ നടക്കുന്നില്ല, ആവതില്ലാത്തത് കൊണ്ട് വല്ലാതെ പുറകോട്ടായിപ്പോയി. കൂടെയുള്ളവരൊക്കെ എന്നെ പുച്ഛിച്ചു, കളിയാക്കി. എന്താ ഹലീമ, നിന്നെ കാത്തിരുന്ന് ഞങ്ങൾ മടുത്തു. എൻ്റെ ഈ ചാവാളി കഴുതയ്ക്ക് നടക്കാൻ വയ്യ, മെലിഞ്ഞൊട്ടിപ്പോയിരിക്കണു. പരിശുദ്ധ മക്കയിലെത്തി. സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളെയൊക്കെ എല്ലാവരും എടുത്തു. വലിയ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു. ഈ കുഞ്ഞിനെയാണ് പിന്നെ ഉള്ളത്. ബാപ്പ മരണപ്പെട്ടു പോയ കുട്ടിയ, പിതൃവ്യനാ ഉള്ളത്, പിന്നെ വല്യുപ്പ ഉള്ളത്. മുലയൂട്ടി താലോലിച്ച് 2-3 വർഷം പോറ്റിയാൽ വല്യപ്പ എന്ത് തരാനാ? അതുകൊണ്ട് ഈ കുട്ടി ആരും എടുത്തില്ല. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹിയെ മുലയൂട്ടാനുള്ള സൗഭാഗ്യ സന്ദർഭത്തിൽ ആ ഉമ്മമാർക്ക് അതിന് അവസരം ഉണ്ടായില്ല. ഹലീമ അവസാനം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി ആരെ കിട്ടാനാണ്? നമുക്ക് ആ വീട്ടിലേക്ക് തന്നെ ഒന്നുകൂടി പോയി നോക്കിയാലോ? വല്യുപ്പ ഉള്ളത്, ബാപ്പ പോയി. എന്നാലും ആ കുഞ്ഞിൻ്റെ മുഖത്ത് എന്തോ ഒരു ശാലീനത കാണുന്നുണ്ട്. ആ കുട്ടിയെ ഏറ്റെടുത്താലോ? അള്ളാഹു തരും നമുക്ക്. അങ്ങനെയാണ് ഞാൻ ആ കുട്ടിയെ ഏറ്റുവാങ്ങുന്നത്. ഇവിടെ നിങ്ങൾ കാണണം, 6 ദിവസം പ്രായമുള്ള, 6 ദിവസം, 6ാമത്തെ ദിവസമോ 7ാമത്തെ ദിവസമാണ് സയ്യിദത്തുന ഹലീമത്തു സഅദിയയുടെ കയ്യിലേക്ക് സയ്യിദത്തുന ആമിന ബീവി കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്.
ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ഈ കുഞ്ഞെങ്കിൽ ഈ കുഞ്ഞ്, ബാപ്പ ഇല്ലെങ്കിലും വേണ്ടിയില്ല, കുഞ്ഞിനെ ഞാൻ ഏറ്റുവാങ്ങി. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഭർത്താവ് കൊലായിലിരിക്കുന്നു, ഒട്ടകം റെഡിയാകുന്നു. തിരിച്ചുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ ഒരു 3 ദിവസത്തോളം ഞങ്ങൾ അവിടെ തന്നെ തങ്ങി. ആ ഒരൊറ്റ 3 ദിവസങ്ങളെ കൊണ്ട് ഒട്ടകത്തിൻ്റെ സ്വഭാവം മാറി, പാല് വല്ലാതെ വളർന്നു. എൻ്റെ മോനുണ്ട് കൂടെ മുല കൊടുക്കുന്ന അബ്ദുല്ലാഹി, എൻ്റെ മോളുണ്ട് ഷൈമ. എന്നാൽ ഒട്ടകത്തിന് ഭാവം മാറി, എല്ലാവർക്കും ഭാവം മാറി. ഞങ്ങളതിൽ കയറി. എൻ്റെ പൊന്നുമോനെ മുഹമ്മദുനിൽ അമീൻ, ആ പിഞ്ചു പൈതലിനെ മടിയിലിരുത്തി. എൻ്റെ ആ മെലിഞ്ഞ കഴുതപ്പുറത്ത് ഞാൻ കയറിയിരുന്നതേ ഉള്ളൂ. ഒരു പ്രയാണമാണ്, ഒരു പ്രവാഹമാണ്. എന്തോ ഭൂലോക സമ്മാനങ്ങൾ മുഴുവൻ കൈകളിലേക്ക് അണഞ്ഞതുപോലെ ആ ത്വായിഫിലെ വനാന്തരങ്ങളിൽ പുല്ല് തിന്നാൻ കിട്ടാതെ വിഷമിച്ച് ദരിദ്രമായി പോയ ആ കഴുത, ആ കുഞ്ഞ് മടിയിലേക്ക് കയറിയതോടുകൂടി എന്തെന്നറിയില്ല, ഒരു കുതിപ്പാണ്. ഒട്ടകത്തിന് പാല് സമൃദ്ധമായി, കഴുതയ്ക്ക് വല്ലാത്ത ഒരു രോമാഞ്ചമായി, കഴുത വല്ലാത്ത ഒരു സന്തോഷ പ്രകടനമായി. ഞങ്ങളുടെ യാത്ര തായിഫിലേക്ക് പുറപ്പെട്ടതേ ഉള്ളൂ. എൻ്റെ കൂടെയുള്ള ഒരൊറ്റ പെണ്ണിനും അവരുടെ കൂടെയുള്ള വാഹനങ്ങൾക്കും ഞങ്ങളുടെ കൂടെ എത്താൻ കഴിയുന്നില്ല. അവരെന്നോട് ചോദിച്ചു, ഹലീമ എന്തു പറ്റി എൻ്റെ ഈ കഴുതയ്ക്ക്? ഞങ്ങൾ എത്ര കുതിച്ചിട്ടും കൂടെ എത്താൻ പറ്റുന്നില്ലല്ലോ. നീ ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടായിരുന്ന ചാവാളി കഴുത തന്നെയല്ലേ നിന്റെ കൂടെ അങ്ങോട്ട് പോകാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ ഇപ്പോഴ് ഞാൻ മാത്രമല്ല, ഈ പുണ്യം നിറഞ്ഞ പുണ്യഭൂമുഖത്തിന്റെ പൊന്നുമോൻ 6 ദിവസം പ്രായമുള്ള സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനമായി സഞ്ചരിച്ച ആ കഴുത പോലും തിരിച്ചറിഞ്ഞു എൻ്റെ കൂടെയുള്ളത് ആരാണ്, എൻ്റെ നെറുകിൽ കയറിയത് ആരാണ്. ഇതാണ് സയ്യിദുന റസൂലുള്ളാഹി. ആ കഴുതയുടെ വേഗതയെക്കുറിച്ച് എല്ലാ ചരിത്രവും പറയുന്നുണ്ട്. പിന്നീട് ത്വായിഫിലെത്തി. അവിടെ മേഞ്ഞു തിന്നുമ്പോഴൊക്കെ എല്ലാ പുൽമേടുകളും വരണ്ടതാണെങ്കിലും എൻ്റെ ആടുകൾ മേവുന്ന സ്ഥാനം മുഴുവൻ, എൻ്റെ ഒട്ടകം പോകുന്ന സ്ഥലം മുഴുവൻ പുല്ലും സമൃദ്ധവും വെള്ളവും. എല്ലാവരും അസൂയപ്പെട്ടു. വലിയ മുതലാളിമാരൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ? ആ ഹലീമ തൻ്റെ ആടുകളെ മേയ്ക്കുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങളുടെ ആടുകളെയും ഒട്ടകങ്ങളെയും മേയിച്ചൂടെ? തൊട്ടതെല്ലാം പൊന്നാക്കിയതല്ല, തൊട്ടതിനെല്ലാം ജീവൻ പകർന്ന സയ്യിദുനാ റസൂലുള്ളാഹി നമ്മുടെ ഖൽബിലേക്കുള്ള ആ ഹയാത്ത്. വഅലമൂ അന്ന ഫീക്കും റസൂലല്ലാഹ്. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചരിത്ര കഥാപാത്രമല്ല, അറേബ്യയുടെ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരു വിപ്ലവകാരിയല്ല, ലോകത്തിന് സമൃദ്ധമായ നാഗരികതയുടെ സന്ദേശങ്ങൾ പകർന്നു കൊടുത്ത ഒരു മതസ്ഥാപകനല്ല, മറിച്ച് അൽ മുസ്തഫ ഹബീബുല്ലാഹി സയ്യിദുൽ ഖൽഖി വ അവ്വലുൽ ഖൽഖി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു തിരിച്ചറിവിലേക്ക് പതുക്കെ പതുക്കെ ഒന്നടുക്കാൻ പരിശ്രമങ്ങളാണ്. നമുക്കൊറ്റക്ക് സാധിക്കില്ല. അള്ളാഹുവിൻ്റെ വണക്കം വേണം. റളിയല്ലാഹു അൻഹും, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് വറളൂ അൻഹു സംഭവിക്കുക. യുഹിബ്ബുഹും, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ലഭിക്കണം, അപ്പോഴാണ് വയുഹിബ്ബൂനഹു എന്ന് അങ്ങോട്ട് വരിക. അതുകൊണ്ട് അതിനുള്ള പരിശ്രമം, അതിനുള്ള മോഹം, അതിനുള്ള ദാഹം, ഓടുന്നു, നടക്കുന്നു, എഴുതുന്നു, ചിന്തിക്കുന്നു, വായിക്കുന്നു. ഇതൊന്നും നമ്മുടെ വിഷയമല്ല, നമ്മുടെ പുസ്തകത്തിനെ പറ്റിയല്ല ചർച്ച ചെയ്യേണ്ടത്, ഈ പുസ്തകക്കാരനെ കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത്. ഇതിലെ കഥാപാത്രം ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹിയാണ്. സല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ആയുസ്സുള്ളിടത്തോളം കാലം ആദരവായ റസൂലുള്ളാഹിയെ പറഞ്ഞും എഴുതിയും ജീവിക്കണം. ഏതെങ്കിലും മുഹിബ്ബീങ്ങൾക്ക് സന്തോഷം പകരുന്ന ഏതെങ്കിലും ഒരു വരി കുറിക്കാൻ, ഏതെങ്കിലും ഒരു മിനിറ്റ് സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ. പക്ഷെ ഒരു കാര്യം എല്ലാവരും പഠിക്കണം, എഴുത്തിലൂടെ അക്ഷരങ്ങളിലൂടെ പകർത്താൻ കഴിയുന്ന വ്യക്തിത്വമല്ല അള്ളാഹുവിൻ്റെ ഹബീബ്. അത് ബുദ്ധിയൊക്കെ ഒരു ഭാഗത്ത് വെച്ച് നാവും അധരങ്ങളും വായാടിത്തങ്ങളും ഒക്കെ നിർത്തി ആദരവായ റസൂലുള്ളാഹിയെ ഖൽബ് കൊണ്ട് പ്രവഹിക്കാനുള്ള പരിശ്രമം അള്ളാഹുവാണ് സഹായിക്കേണ്ടത്. സയ്യിദി ഗുരു അബ്ദുസ്സലാം ഇബ്നു ബശീഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ദുആ ഉണ്ടല്ലോ,
ആ സ്വലാത്ത് അല്ലാഹുവേ അരിഫ്നി ഇയ്യാഹു മഅരിഫതൻ അസ്ലമു ബിഹാ മിൻ മവാരിദിൽ ജഹൽ വഅഖറഉ ബിഹാ മിൻ മവാരിദിൽ ഫളൽ. എപ്പോഴുമുള്ള തേട്ടം അതാണ്. അല്ലാഹുവേ ആദരവായ റസൂലുള്ളാഹിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നീ പരിചയപ്പെടുത്തി തരണം. അതേ മാർഗമുള്ളൂ. അം ലം യഅരിഫു റസൂലഹും. ഖുർആൻ ചോദിക്കുന്നുണ്ട്, എന്താ അവർ മഅരിഫത്ത് നേടാത്തത്? ഇത് ലഭിക്കാൻ അക്ഷരങ്ങൾ നിമിത്തമായേക്കാം, പുസ്തക വായന കാരണമായേക്കാം. നമ്മുടെ പ്രസംഗങ്ങളൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രകാശത്തിൻ്റെ സ്ഫുരണം എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയേക്കാം. എന്നാലും തരേണ്ടവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സയ്യിദ് അബ്ദുസ്സലാം ഇബ്നു ബശീഷ് പറഞ്ഞതുപോലെ, അള്ളാഹുവേ വിവരക്കേടിൻ്റെ അപമര്യാദയുടെ പടുകുഴിയിൽ നിന്ന് ആദരവായ റസൂലുള്ളാഹിയെക്കുറിച്ച് പറയുമ്പോൾ, എഴുതുമ്പോഴും ചിന്തിക്കുമ്പോഴും എന്നെ രക്ഷപ്പെടുത്തുമാറ് ഉയർന്ന രൂപത്തിലുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് നീ നൽകണം റബ്ബേ. ഇതാണ് നമ്മുടെ ദുആ. ഇന്ന് പ്രശംസിക്കുന്നവർ പോലും അവിവേകികളാണ്. എഴുതുന്നവരും പറയുന്നവരും പോലും ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞ് അവിവേകം കൊണ്ട് പൊതിയുകയാണ്. ഈ കാലഘട്ടത്തിൽ അതബോടെ പ്രാപിക്കുക, സമീപിക്കുക. അല്ലാഹു തആല നമുക്ക് ഈ പരിശുദ്ധമായ സേവനങ്ങളുടെ പരിശ്രമങ്ങളുടെ ബറക്കാത്ത് കൊണ്ട് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചെറിയ ഖാദിമാകാൻ, നമ്മുടെ പുസ്തകം സമ്പന്നമാകാൻ, നമ്മുടെ വ്യക്തിത്വം ഉയർന്നതാകാൻ റസൂലുള്ളാഹിയുടെ കൂടെ നടക്കുക. അല്ലാതെ റസൂലുള്ളാഹിയെ മഹത്വപ്പെടുത്തി ഉയർത്തിക്കളയാമെന്ന് ആരും ശ്രമിക്കണ്ട. ഇതാണ് വലിയ പാഠം. പറയാനുള്ള ചിലതെല്ലാം ദർശനകാന്ഡം 3-ാം വാള്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി 4-ാം വോള്യം ഇൻഷാ അള്ളാഹ് ആദരവായ റസൂലുള്ളാഹിയുടെ ജീവചരിത്രത്തിൻ്റെ ബാക്കി ഭാഗം പകർത്തണം, എഴുതണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. ഇന്നത്തെ ഈ സാഫല്യം തീർച്ചയായും ധന്യമാണ്, തീർച്ചയായും ധന്യമാണ്. ഇത് ഈ വിധത്തിൽ സംവിധാനിച്ച പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ, അവരെ പേര് പറയേണ്ടതില്ല, അള്ളാഹുവിനറിയാം. അവരുടെ ഉറക്കം ഒഴിവാക്കൽ, അവരുടെ ക്ഷീണം, അവരുടെ പ്രയത്നമാണ് ഇതിനെയെല്ലാം ഈ രൂപത്തിലാക്കിയത്. ആരും ഒട്ടും മോശക്കാരല്ല. പ്രിയപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഇന്നലെ ദുബൈയിലാണ്, ഇന്ന് രാത്രി സൗദിയിലുമാണ്. ഈ ഇടയിലാണ് ഇത്രയും നേരം നമുക്ക് വേണ്ടി പഞ്ചാബിൽ കഴിഞ്ഞ ആഴ്ച ഒരു വല്ലാത്ത ചരിത്രം സൃഷ്ടിച്ചു ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. പ്രിയപ്പെട്ട ഉപ്പാടെ പേരിൽ പണിത പള്ളിയുടെ ജുമാ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങൾ മാതൃകയാണത്, വിനയമാണത്. ഞാൻ ആ ബാങ്ക് ഒച്ചിരി നേരം പിന്നെയും കേട്ടു. ഇത്തരം പുതിയ മാതൃകകൾ സമ്മാനിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമുക്ക് ഈ ഒരു സാന്നിധ്യം കൊണ്ട്. അത് എൻ്റെ വലിപ്പമല്ലല്ലോ. കഥാപാത്രം സയ്യിദുനാ റസൂലുള്ളാഹിയാണ്, പ്രമേയം സയ്യിദുനാ റസൂലുള്ളാഹിയാണ്. ആ ഒരു ആദരവ് നിങ്ങളൊക്കെ ഈ രൂപത്തിൽ വന്ന് നിറഞ്ഞു കവിഞ്ഞു. എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി പറയുന്നു. ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ്റെ പ്രതിനിധികളായിട്ട് എങ്ങനെ ജീവിക്കാം എന്ന് തീരുമാനിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ട VM രാധാകൃഷ്ണൻ പറഞ്ഞു, അംബാസഡർമാരാവണമെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പ്രതിനിധികളായി ജീവിക്കാൻ എൻ്റെ വീടിന് ചുറ്റുമുള്ള മിനിമം ഒരു 7 വീടുകളിലെങ്കിലും അല്ലെങ്കിൽ ഒരു 10 വീടുകളിലെങ്കിലും അവർക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളാണ് എന്ന് ഞാൻ എന്നോട് തന്നെ ഉറപ്പുവരുത്തുവാൻ ഈ സന്ദർഭത്തിൽ സാധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീടിന് ചുറ്റുമുള്ള ഒരു 10 വീടുകളിൽ അവർക്കൊരാവശ്യം വരുമ്പോൾ, അവർക്കൊരു വേദന വരുമ്പോൾ, അവർക്കൊരു സന്തോഷം വരുമ്പോൾ അവരെന്നെ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രവാചകൻ്റെ അനുയായിയാണ് എന്ന് നമുക്ക് നമ്മളോട് തന്നെ ഉറപ്പിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാവണം നമ്മളുടെ ജീവിതം, അതിനുവേണ്ടി ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. ഒരിക്കൽ പറയുകയുണ്ടായി, പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ദസ് എ മൈക്രോകോസം ഇൻ വിച്ച്
the divine qualities are reflected in the manner that is both synthetic and analytical. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കക്കാട് ഉസ്താദ് കക്കാട് മുഹമ്മദ് ഫൈസിയുടെ സീദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ്, 3 ഗ്രന്ഥങ്ങളും ഒരേ വേദിയിൽ പ്രകാശിത പൂരിതമാകുന്ന ഈ സന്തോഷവേദിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചും അവിടുത്തെ ഓർമ്മകൾ, അവിടുത്തെ മൊഴിമുത്തുകൾ, അവിടുത്തെ മൗനാനുവാദങ്ങളും എല്ലാം മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സദസ്സ് സന്തോഷം നിറഞ്ഞൊരു സദസ്സാണ്. അല്ലാഹു 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 അല്ലാഹ് നബിയുൻ 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 നബി റസൂലുൻ 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 റസൂൽ വുലിദൽ ഹുദാ ഫൽ കായിനാതു ളിയാഉ വഫമു സമാനി തബസ്സുമുൻ വതനാഉ വുലിദൽ ഹുദാ ഫൽ കായിനാതു ളിയാഉ വഫമു സമാനി തബസ്സുമുൻ വതനാഉ സന്മാർഗദീപം തിരുനബി ഭൂജാതനായി സർവചരാചരമാകെയും ഒളിവീശലായി ആമിന ബീവിക്കോ മെനമോനെ ആരിലും കനിയും മിമ്പത്തേനെ ആമിന ബീവിക്കോ മെനമോനെ ആരിലും കനിയും മിമ്പത്തേനെ ആലങ്ങൾക്കാകെയുള്ള റസൂലേ ആദിയോൻ പുകയ്ത്തുന്ന ഹബീബേ. When Kakkad Ustad wears the author's cap, his words become magical, timeless and flowing. For Capital International Books, this is an emotional and overwhelming moment. We had the opportunity to print the first volume in 2004. Now 21 years later, we are excited and delighted to bring the third volume, Sayyiduna Rasulullah Darshana Kandam, Volume 3 to Malayalam readers.